ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അൽക്കുൽത്തുബൈ അമ്മയും മോളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് റസൽ ഗെയിമിലേക്ക്. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്നല്ലേ? നല്ല നാടൻ കള്ളടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കണ്ട ഒത്തിരി ഫേമസ് ആയ ഇന്ദ്രപ്രസ്ഥം റാസൽ ഗെയിമയിലേക്കാണ് പോകുന്നത്. ഇന്ദ്രപ്രസ്ഥം റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നാടൻ കള്ളും നല്ല ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞു. അപ്പോൾ മെയിൻ ടാർഗറ്റ് എന്താ? നമ്മുടെ കള്ള് ഷാപ്പിൽ പോകുമ്പോൾ, ഫാമിലി ആയിട്ട് പോകുമ്പോൾ മെയിൻ ടാർഗറ്റ് നല്ല ഫുഡ് കഴിക്കാനാണെന്നല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളവിടെ എത്തി കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ അവർ ചോദിച്ചത് നിങ്ങൾ മത്സരത്തിനാണോ വന്നതെന്നാണ്. അപ്പോൾ ഇതിവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കുടം കള്ള് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 1000 ദിർഹംസ് അവർ തരുന്നതാണ്. അപ്പോൾ നാട്ടിലെ 23,500 സംതിങ് രൂപ വരെയും നമ്മൾക്ക് കിട്ടും എന്നാണ്. അതൊരു മത്സരമാണ്. അത് 30 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ മത്സരത്തിനൊന്നും അല്ല, ജസ്റ്റ് ഫുഡ് കഴിക്കുക, ജസ്റ്റ് കള്ള് ടേസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഡ്രൈവ് ചെയ്ത് വരുന്നതല്ലേ, ഒരു 1.5 hour, നിയർലി ഒരു 115 hours നമ്മൾക്ക് ഇവിടെ നിന്ന് ഫുജേറയിൽ നിന്ന് റാസൽ ഗെയിമിലേക്ക്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് നിന്നില്ല. പക്ഷേ ട്രൈ ചെയ്യാവുന്നവർക്ക് ട്രൈ ചെയ്യാം, കാരണം നല്ലൊരു ഓപ്ഷനാണ്. നല്ല കള്ളായിരുന്നു കേട്ടോ. അപ്പോൾ മത്സരത്തിനുള്ളവർ അങ്ങനെ വേണമെങ്കിൽ പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ദ്രപ്രസ്ഥം റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അവർ മ്യൂസിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിന്. കാരണം ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളും നമുക്ക് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഇന്ദ്രപ്രസ്ഥം. നമ്മൾ വീക്ക് ഡേയ്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ വീക്ക് ഡേയ്സിൽ പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ ഒത്തിരി തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സിൻ്റെ അടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഫുഡും പിന്നെ കള്ളും ഒക്കെ ആയിട്ട് ചേച്ചി വന്നു. നല്ല സർവീസാണ് കേട്ടോ അവിടുത്തെ, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു സർവീസായിരുന്നു. അവർ ഫുഡാണെങ്കിൽ നല്ല ലിവർ ഫ്രൈയും പിന്നെ നല്ല കാട ഫ്രൈയും നല്ല രസമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, ഫുഡ് നല്ലതായിരുന്നു. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ മീൻകറിയും കപ്പയും മീൻകറിയും ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലൊരു വൈബും നല്ല ഫുഡും ഒക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഇന്ദ്രപ്രസ്ഥം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്തിരിക്കള്ള് കൂടി ട്രൈ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ടോളി ചലഞ്ചിന് വേണ്ടിയിട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പോകാം കേട്ടോ. അല്ലെങ്കിൽ നല്ലൊരു വീക്കെൻഡ് വൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസാണ് ഇന്ദ്രപ്രസ്ഥം. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.